ഹായ് ഡിയർ പാരൻസ്, ഓരോ നാളത്തെ ലൈവ് നിങ്ങൾ നോക്കിക്കൊണ്ടുള്ളാറ് അതിലിപ്പോൾ പഠിപ്പുಲು ബാക്കാവുള്ള കാരണത്തെ ഞങ്ങൾ ഡിസ്കഷൻ ആക്കിക്കൊണ്ടുള്ള അല്ലേ. അതായത് ഒരു 30% ഞാൻ ഇന്നത്തെ ലൈവിൽ ചെന്ന പോലെ തന്നെ 30% മക്ക പഠിപ്പിൽ എന്താ വരാറങ്ങ അങ്ങനെ പാസ് മാർക്ക് എടുക്കുക ആവാണ്ട് ಅದರ ಮುಖಾಂತರ ಮಾನಸಿಕമായിട്ട് അസ്വസ്ഥതയ്ക്ക് എത്തുறாറ്. റൈറ്റ്. അപ്പം അതുക്കുള്ള ഒരു റീസൺ ആണ് കഴിഞ്ഞതിൽ ഡിസ്കഷൻ ആക്കിയിട്ടിന്ന് ഏബിള് അല്ലാത്ത ടീച്ചേഴ്സ് കാലത്ത് കൊത്തിട്ടു മുത്തുമക്കളെ മനസ്സിലാക്കുക അർത്ഥാക്കുക ആവാത്ത ടീച്ചേഴ്സ് ആയിട്ടേക്കറ്. ಅದರ റെസ്പോൺസിബിലിറ്റി സ്കൂളായിട്ടേക്കറ്. അങ്ങനെ സ്കൂൾ റെസ്പോൺസിബിലിറ്റി ആയിട്ടുള്ള രണ്ടാമത്തെ കാരണമായിട്ടേക്കറ് ഉണ്ട് നമുക്ക് ഡിസ്കഷൻ ആക്കുകയുള്ളത്. അതിൽ രണ്ടാമത്തേത് സ്കൂളിൻ്റെ ചുറ്റുപാട്, അറ്റ്മോസ്ഫിയർ സ്കൂളിൻ്റെ. അപ്പം അതായത് ഇതിപ്പോൾ ഒരു ടൗൺ ഏരിയയിലുള്ള സ്കൂളും അവിടെ എപ്പം ഇങ്ങനെ സൗണ്ട് കേട്ടോണ്ടിരിക്കറ്, അതല്ലെങ്കിൽ ഈ ഫാക്ടറി ഏരിയാസിലുള്ള സ്കൂളും അവിടെ എങ്കിലും അങ്ങനെ എപ്പാ നോക്കിയെങ്കിലും ഇങ്ങനെ സൗണ്ട് കേട്ടോണ്ടേക്കറ്, അല്ലെങ്കിൽ ഇങ്ങനെ സ്കൂൾസിലെ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്ന സ്കൂളിൽ ഇങ്ങനെ ആയോണ്ടിരിക്കറ്. അവിടെ JCB അവിടുത്തെ അതർ എല്ലാ പണിരങ്ങളെ മെറ്റീരിയൽസ് അത് ഇത് അവിടെ ആയോണ്ടിരിക്കുമ്പോഴത്തേക്കും മക്കൾ കോൺസെൻട്രേഷൻ ഈ ആറത്തത് അതുക്ക് പോണ്ടു. ഇതിപ്പോൾ ഒരു എക്സാമ്പിൾ ചൊല്ലെങ്കിൽ ഒരു JCB ആ ഭാഗത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഓട്ടോമാറ്റിക്കലി മക്കളെ കൈയ്യെന്തര ഒരു കോൺസെൻട്രേഷൻ മൊത്തം അവിടെ പോണ്ടു. മക്കളെ കൈയും ഇതിങ്ങനെ JCB പോലെ അവരിങ്ങനെ അല്ലേ. അപ്പം ആ ഒരു ടൈപ്പിലും അപ്പം അങ്ങനെയുള്ള ഒരു സ്കൂൾസ് എപ്പം ഈ ഫാക്ടറി ഏരിയ ടൗൺ ഏരിയാസ് എപ്പം കിരിക്കിരി അങ്ങനെയുള്ള ഒരു സ്കൂളിൽ പഠിக்கிற മക്കായെങ്കിൽ അവിടെ ആ സ്കൂളിലെ കാരണം കൊണ്ടിട്ട് ചിലപ്പോൾ എന്തരായിട്ട് പോകും മക്ക ബാക്ക് ബറവ് സാധ്യത യാറാ. റൈറ്റ്. ഇനിയിപ്പോൾ മൂന്നാമത്തത് ചെന്നെങ്കിൽ സ്കൂളിൻ്റെ ലേണിംഗ് ഫെസിലിറ്റീസ്. അതിപ്പോൾ പണ്ടത്തെ പോലെ എന്തോ അല്ല. പണ്ട് ഞങ്ങൾ പഠിക്കുന്ന ടൈമിലല്ല ഞങ്ങൾ അവവും അതേപോലെ എന്ത് അല്ലെങ്കിൽ അതിരാണ്ട് കട എന്ത് സ്കൂൾസിലായെങ്കിലും അങ്ങനെ അതേ ഒരു ലെവൽ. അപ്പോൾ കളർഫുള്ള അതാ ಇದರ ഒരു ആവശ്യകതയൊന്നും ഇല്ല. അപ്പം അത് പണ്ട് ഞങ്ങളെ കാലത്തിൽ അത് ഇതെല്ലാം നടന്നത് സരി. ബട്ട് ഈ കാലത്ത് നോക്കുമ്പോഴത്തേക്കും ഞങ്ങൾ അവമേ ഫുൾ കളർഫുള്ളായിട്ടുള്ള പെയിൻറ്റിങ്സും നല്ല 3D അറ്റാച്ച് തണ്ട് നല്ല ഇൻറ്റീരിയൽ വർക്കുള്ള നല്ല നല്ല ഔത്തറായിട്ടിക്കറ്. അതായത് വിത്ത് കളർഫുള്ളായിട്ടുള്ള ഒരു ഔത്തറായിട്ടിക്കറ്, ഒരു AC റെഡിയായിട്ടിക്കറ് മക്ക ബണ്ട്. ഇതിപ്പോൾ നേരെ ഈ പഠിക്കുന്ന ജാഗ നേരെ ഓപ്പോസിറ്റ് ആയെങ്കിൽ അവിടെ എന്തരാവും അതിര കാരണം കൊണ്ടിട്ടും മക്ക ബാക്ക് പോകൂ സാധ്യതയാറാ. അത് കൊടുത്ത ബെഞ്ചാവട്ടും അങ്ങനെ പല ബെഞ്ച് പല ആ കാലത്തിലുള്ള അതേ കുമ്പായത് അല്ലെങ്കിൽ മറുത്തരുത് അതേ ടൈപ്പ്. ഇപ്പം മറുത്തരുത് അത് ഇതിട്ട് ഞാൻ നിസാറാക്കിയിട്ട് ചൊല്ലല്ല. ഇപ്പോഴത്തെ കാലത്ത് കൊത്തിട്ട് ചെന്നെങ്കിൽ നല്ല നല്ല ബോർഡറ് നല്ല നല്ല ബെഞ്ചീസ് അത് ഇത് എല്ലാം ഉണ്ട്. അപ്പോൾ ഒരു ടോട്ടലി ഒരു ക്ലാസ് റൂമും നല്ല അട്രാക്റ്റീവായിട്ടുള്ള മൊത്തത്തിൽ കളർഫുള്ളായതായിട്ടുണ്ടെങ്കിൽ മക്ക അവിടെ പഠിക്കുകയും അത് ഇതൊക്കെ എല്ലാത്തും ഒരു ഇൻട്രസ്റ്റ് അറിയിക്കറ്. ಅದರ ಮುಖಾಂತರ ಬೇಗ ಬೇಗ അങ്ങ് ക്യാച്ച് ആക്കിയിട്ട് എടുക്കാറ്. ചൊന്നെങ്കിൽ ഈ കളർസ് ചൊന്നെങ്കിൽ ഈ ബ്രെയിനിന് ഭയങ്കര ഇഷ്ടമായിട്ടിക്കറ്. അപ്പം അങ്ങനെയുള്ള ഒരു എൻവയോൺമെൻറ്റിൽ പഠിക്കുന്ന ആളായെങ്കിൽ ഇത് ഒരു എൻവയോൺമെൻറ്റ് അങ്ങനെ ആയെങ്കിൽ അവിടെ മക്കം എന്തരാവുറാറ് ಬೇಗ ಬೇಗ ക്യാച്ച് ആക്കറാറ്. രണ്ടാമത്തത് ടീച്ചേഴ്സ് ആയെങ്കിലും അങ്ങനെ ആ ഒരു ടൈപ്പിലുള്ള കളർഫുൾ ആകുമ്പോഴത്തേക്കും ടീച്ചേഴ്സും ഓട്ടോമാറ്റിക്കലി അവിടെ അട്രാക്റ്റീവ് ആവുറാറ്. റൈറ്റ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സൗകര്യം ഇല്ലാത്ത ഒരു സ്കൂളിൽ പഠിക്കുന്ന മക്കായെങ്കിലും അവിടെ
ಈ ಮುತ್ತುಮಕ್ಕ പഠിപ്പുലത്തിൽ ബാക്ക് ബറുಗು ಚಾನ್ಸಸ್ ಅಲ್ಲ ಯಾರ റൈറ്റ്. ഇതിപ്പോൾ എല്ലാം ഞാൻ ചൊല്ലേ 100 ഉണ്ടല്ല. ഇതിപ്പോൾ അങ്ങനത്തെ സൗകര്യം ഇല്ലാത്ത ഏരിയാസിൽ ഇപ്പം മക്ക പഠിക്കാറുണ്ടല്ല. അപ്പോൾ ഇവിടെ ഇതിൽ മക്ക പഠിക്കില്ല ಅಂಟುಮಲ್ಲ. അപ്പോൾ ഇതിലെല്ലാം ഇവിടെ ಇಂಪಾರ್ಟೆಂಟ್ ಆಯ್ತು ಕಾಲತ್ತು ಗೊತ್ತಿಟ್ಟು ನಂಗೆ ಅಪ್ಡೇಟ್ ಆವರದು ಮಸ್ಟ್ ಆಯ್ತು. ರೈಟ್. അപ്പോൾ ಇದರ ಮುಖಾಂತರവും ಮಕ್ಕ ಎಂದರವರಾರು പഠിപ്പുಲು ബാക്ക് പോകൂ ಚಾನ್ಸಸ್ ಯಾರ. ഓക്കെ. ഇനി നെക്സ്റ്റ് ഒരു റീസൺ ചൊല്ലെങ്കിൽ ടീച്ചേഴ്സും സ്റ്റുഡൻസ് തമ്മിലുള്ള ആ ഒരു ബന്ധ റിലേഷൻസ് അത് ഞങ്ങളത് കാലത്ത് ಗೊತ್ತಿട്ടായിട്ടില്ലെങ്കിൽ അത് അൾട്ടിമേറ്റ് മക്കളതിൽ ബാക്ക് ആവില്ല വലിയ ഒരു കാരണമായിട്ടിരിക്കുന്നത് ഈ ടീച്ചേഴ്സും സ്റ്റുഡൻസ് തമ്മിലുള്ള റിലേഷൻ. അത് മസ്റ്റായിട്ടിരിക്കും. അപ്പം ഈ ഒരു റിലേഷൻ കറക്റ്റ് ആവുമെങ്കിൽ എന്തിനു വേണു ഈ ടീച്ചേഴ്സ് ആയെങ്കിലും ഞങ്ങളെ മുന്നോട്ട് ബണ്ടേ മുത്തുമക്കളെ IQ ലെവല് എല്ലാരതും ഒരുപോലെ അല്ല. എല്ലാവരും വ്യത്യസ്താണ്ട് ചെന്നിട്ടു ഡിഫറെൻറ്റ് ചെന്നിട്ടു കറക്റ്റ് അത് അണ്ടർസ്റ്റാൻഡിങ് ആക്കിയിട്ട് വേണം. അപ്പം ആ ഒരു ടൈപ്പിലേക്കും മുത്തുമക്കൾ അർത്ഥാക്കും. അതല്ലെങ്കിൽ എല്ലാ മക്കളെ ഒരേ ടൈപ്പിൽ നോക്കേണ്ടി വരും. അത് പിന്നെ എന്തായാലും നടക്കാൻ പോകേണ്ടതല്ല. ചൊന്നെങ്കിൽ എല്ലാവരും ഒരേ പോലെമ എല്ലാവരും IQ ലെവൽ ഒരേ പോലെമ അല്ല. റൈറ്റ്. അപ്പക്കാരനെ കൊണ്ടിട്ടു ഈ മുത്തുമക്കളുമായിട്ടുള്ള ആ റിലേഷന് പെർഫെക്റ്റ് ആയെങ്കിൽ ഈ മുത്തുമക്ക പഠിപ്പിലും എന്തരാവുറാറ് നല്ല നല്ല റിസൾട്ടിൽ ബണ്ടാറ്. ഏതുപോലെ ചൊന്നെങ്കിൽ ഇപ്പമേ ഞങ്ങൾ ഒന്ന് ആലോചനയാക്കി, അതായത് ഞങ്ങൾ ലൈവായിട്ട് കണ്ടുകൊണ്ടുള്ള വിഷയമേറ്റി ഞാനിപ്പോൾ ചൊല്ലുമ്പോൾ നിങ്ങൾക്കത് കറക്റ്റ് ഫീൽ ആവും. ഞങ്ങളെ മക്ക എക്സാമൊരു ടൈമിലു ചില സബ്ജക്റ്റിൽ ഭയങ്കര എഫേർട്ട് എടുക്കാറ്. ಅದಕ್ಕೆ ಬೇನಾയിട്ട് പഠിക്കുക ಬೇನಾയിട്ട് കുറേ ടൈമിങ് എടുക്കാറ് ചില സബ്ജക്റ്റ് മാത്രം. അപ്പം അവിടെ ഞങ്ങൾ ഈ സബ്ജക്റ്റ് എടുക്കുന്ന ടീച്ചറും ഈ കിടാവ് തമ്മിലുള്ള റിലേഷൻ അവിടെ നോക്കിയെങ്കിൽ കറക്റ്റ് നമുക്ക് അർത്ഥമാവും. അപ്പോൾ ഈ ടീച്ചറും ഈ സബ്ജക്റ്റ് എടുക്കുന്ന ടീച്ചറും ഈ കിടാവ് തമ്മിലുള്ള റിലേഷൻ നല്ല ഒരു റിലേഷൻ ആയിട്ടേക്കും. നല്ല അവനുകു ഹാപ്പിനെസ് അല്ലെങ്കിൽ അവൻ്റെ ചെറിയ ചെറിയ നല്ലത് എന്തെങ്കിലും കണ്ടെങ്കിൽ അപ്രിഷിയേറ്റ് ആക്കിയ ഒരു ടീച്ചറായിട്ടേക്കും. അപ്പോൾ അങ്ങനെ കിട്ടുമ്പോഴത്തേക്കും ഈ ടീച്ചറും കിടാവരും തമ്മിലുള്ള സ്റ്റുഡൻസ് തമ്മിലുള്ള റിലേഷൻ നല്ലതായിട്ടേക്കാറ്. അപ്പം ഈ നല്ല ആകുമ്പോഴത്തുക ഈ ടീച്ചറെ മനസ്സിനെ ബേജാറാക്കിற പോലത്തെ ഒരു ആക്ടിവിറ്റീസും ഈ കിടാവര ഭാഗത്തിൽ അവನು ಮ್ಯಾಕ್ಸಿಮಮ್ ಅವನಿಗೆ ಎತ್ತರ ತೀರು ಅತ್ತರയും ಅವನು ಬರಾತ ಪೋಲೆಮೇ ಅವನು ಕೀಪ್ ಹಾಕರ. ಅಕ್ಕಾರನ കൊണ്ടിട്ടിക്കറ് ആ സബ്ജക്റ്റ് ടീച്ചറെ സബ്ജക്റ്റിൽ ഫെയിൽ ആവത്തീര ചെന്നിട്ടു മാക്സിമം അങ്ങനെ എഫേർട്ട് എടുക്കുന്നത് എല്ലാം അങ്ങനെ എടുക്കാറ്. ഇതെല്ലാം ഞാനിപ്പോൾ ചൊല്ലുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കറക്റ്റ് അർത്ഥമായിട്ടിരിക്കും. എസ് സാർ നോ ഓക്കെ അല്ലേ? ഓക്കെ. അപ്പം അതായിട്ടിക്കറ് ആ ഒരു പിന്നൊരു പോയിന്റ് ഏത് കളിക്ക എന്തുള്ളിക്ക ഞങ്ങളെ മക്ക പറവില്ല റീസൺ ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് തമ്മിലുള്ള റിലേഷൻ അത് പക്കായെങ്കിൽ മക്കം എന്തരാവുറാറ് പഠിപ്പിലും നല്ല ആവേശഭരിതരാവുറാറ് നല്ല റിസൾട്ടും അങ്കീത്ത് മുഖാന്തര കിട്ടും. അപ്പം ഈ ഒരു വിഷയവും ഞങ്ങൾ കറക്റ്റാക്കിയിട്ട് അർത്ഥാക്കിയെങ്കിൽ ഞങ്ങളെ മക്കളെ എഡ്യൂക്കേഷനും നല്ല എഡ്യൂക്കേഷനായിട്ട് നല്ല ലെവലിൽ അങ്ങനെ എത്തുപാട്ടകും ആവറും. അപ്പോൾ ഇനിയും ഇതൊരു റീസൺ ഞങ്ങൾക്ക് നെക്സ്റ്റത്തെ ലൈവിൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഈ ലൈവിൽ കണ്ടുകൊണ്ടുള്ളാറ് നിങ്ങൾ കമൻ്റ് ആക്കിക്കൊണ്ടുള്ളാറ്. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും വന്നെങ്കിൽ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഞങ്ങൾ കളക്ട് ആക്കിയിട്ട് വീക്ക്ലി ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് ആ ക്വസ്റ്റ്യനുകുള്ള ആൻസർ ഞങ്ങൾ ആക്കറ. അപ്പം നിങ്ങൾ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾ ഇതിൽ കമൻറ്റിൽ നിങ്ങൾ എഴുതാം. ഓക്കെ, നൈസ് ടു മീറ്റ് യു. സീ അഗൈൻ. ബൈ.
Inlight India, the right support for every student.